മറ്റൊരാൾ കാണൽ ഇഷ്ടപ്പെടാത്തതാണ് ഓരോരുത്തരുടെയും ഔറത്ത്. അങ്ങനെ സലാസു ഔറാത്തില്ലക്കുന്നാണ് ഇവിടെ പ്രയോഗിച്ചത്. നിങ്ങൾക്ക് 3 അത്തരത്തിലുള്ള മറഞ്ഞിരിക്കുന്ന അഥവാ മറ്റുള്ളവർ അറിയാവതല്ലാത്ത 3 അവസരങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ സമയങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ ഔറാത്തില്ലക്കും. പിന്നെ പറയുന്നത് എന്താ? ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹും ബഅദഹുന്ന. ലൈസ അലൈക്കും നിങ്ങളുടെ മേലില്ല, വലാ അലൈഹിം അവരുടെ മേലുമില്ല. നിങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസികളോട് പറയാണ്, വീട്ടിൻ്റെ അകത്തുള്ള നിങ്ങൾ, മുതിർന്നവര്, രക്ഷാധികാരികൾ. അപ്പൊ നിങ്ങളുടെ മേലില്ല, വലാ അലൈഹിം അവരുടെ മേലുമില്ല. അവരുടെ മേൽ എന്ന് പറഞ്ഞാൽ ആരോടാണോ ഈ കൽപ്പിച്ചത്? ആർക്കാണ് ഇതൊക്കെ ബാധകം എന്ന് പറഞ്ഞത്? കുട്ടികൾ, പ്രായം തികഞ്ഞിട്ടില്ലാത്ത എന്നാൽ പക്വതൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ്. നന്നേ ചെറിയ കുഞ്ഞുമക്കളല്ല, ഇടവും വലമൊന്നും അറിയാത്ത ചെറിയ ഇപ്പം പ്രസവിച്ച്, അതല്ലെങ്കിൽ ഏതാനും വയസ്സ് 1 or 2 വയസ്സൊക്കെ ആയ, അതല്ലെങ്കിൽ അത്രയും ആയിട്ടില്ലാത്ത കുഞ്ഞുങ്ങളെയല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നിലക്കൊരു ഏകദേശ ധാരണയൊക്കെ ആകുന്നൊരു പക്വതയുള്ള കുട്ടികളുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകും. ആ നിലക്കൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾക്ക് വരെ വലിയവന്മാർക്ക് അറിയുന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇന്ന് എല്ലാ കുട്ടികളുടെ കൈകളിലും ഈ സ്മാർട്ട് ഫോണുകളും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വളരെ ഒരു അപകടകരമായ പല അവരറിയേണ്ടതില്ലാത്ത കാര്യങ്ങളിൽ വരെ അവർക്കിന്ന് അറിവുണ്ട്. അതാണല്ലോ ഇന്നത്തെ ഒരവസ്ഥ. അപ്പോൾ എത്രത്തോളം ഈ നിയമമൊക്കെ പ്രസക്തമാണ്, ഏത് കാലഘട്ടത്തിലേക്കും അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എത്രത്തോളം പ്രസക്തമാണ് എന്ന് സുഹൃത്തുക്കളെ നമ്മൾ ഈ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മളത് വിലയിരുത്തണം എന്നാണ് എനിക്ക് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഇവിടെ എന്താ അല്ലാഹ് പറയുന്നത്? ലൈസ അലൈക്കും നിങ്ങളുടെ മേലില്ല, വലാ അലൈഹിം അവരുടെ മേലുമില്ല, ജുനാഹുൻ കുറ്റമില്ല, ബഅദഹുന്ന അവയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഈ 3 അവസരമല്ലാത്ത സന്ദർഭങ്ങളിൽ, ഈ 3 അവസരമല്ലാത്ത അവസരങ്ങളിൽ അവരുടെ മേൽ കുറ്റമില്ല. കാരണം എന്താണ്? എപ്പോഴും ഇങ്ങനെ വീട്ടിലുള്ളവർക്ക് സമ്മതം ചോദിക്കാൻ പാടുണ്ടോ? സമ്മതം ചോദിക്കാൻ കഴിയുമോ? ഒരുമിച്ച് കഴിയല്ലോ, ഒരു വീട്ടിലല്ലേ, അന്യരായ ആൾക്കാരല്ലല്ലോ. ഒരേ വീട്ടിൽ തന്നെ ഇങ്ങനെ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എല്ലാ സന്ദർഭങ്ങളും അവരിങ്ങനെ പെർമിഷൻ ചോദിക്കണം എന്ന് പറഞ്ഞാൽ അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ. അതേ അവസരത്തിൽ സാധാരണഗതിയിൽ ആ വിധത്തിലൊക്കെയുള്ള സാധ്യതകൾ ഉള്ള അതിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ആ സമയം അല്ലാത്തൊരു സമയം റൂം അടഞ്ഞു കിടക്കുകയാണ്, ബെഡ്റൂം അടഞ്ഞു കിടക്കുകയാണ് എങ്കിൽ അനുവാദം ചോദിക്കണം. ഡോർ തുറന്ന് നേരെ ചെല്ലാൻ പാടില്ല. മാതാപിതാക്കൾ കിടക്കുന്ന അല്ലെങ്കിൽ പ്രായപൂർത്തിയായവർ കിടക്കുന്ന അത്തരത്തിലുള്ള അവസരങ്ങളിലേക്ക് തൻ്റെ ഇണയോടൊത്ത് ശയിക്കുന്ന അങ്ങനെയുള്ള അവസരങ്ങളിൽ അങ്ങോട്ട് പെട്ടെന്ന് കടന്നു കയറാൻ പാടില്ല. ഇനിയിപ്പോൾ ഒരാളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിൽ അവരൊക്കെ അവരുടെ ഡ്രസ്സൊക്കെ തൽസ്ഥാനത്ത് ഉണ്ടാവില്ലല്ലോ. ഒക്കെ അവരുടേതായ ഉറക്കത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ഒക്കെ കേന്ദ്രങ്ങളിൽ ഓരോരുത്തരും ധരിക്കുന്ന വ്യത്യസ്തങ്ങളായ വിധത്തിലായിരിക്കും. അതൊന്നും ഒരു പൂർണ്ണമായി മറ്റൊരാൾ കാണൽ ഇഷ്ടപ്പെടുന്ന വിധത്തിലായിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു പറയുന്നത് ഈ 3 അവസരങ്ങളല്ലാത്ത ഇവക്ക് ശേഷം നിങ്ങൾക്കോ അവർക്കോ കുറ്റമില്ല. കാരണം എന്താ? കണ്ടോ അള്ളാഹു പറയുന്നത്, തവ്വാഫൂന അലൈക്കും ബഅദുകും അലാ ബഅദ്. തവ്വാഫൂന അവർ ചുറ്റിപ്പറ്റി കറങ്ങുന്നവരാണ്, അവർ ചുറ്റിക്കറങ്ങുന്നവരാണ്. തവ്വാഫൂന, ത്വാഫ എന്ന് പറഞ്ഞാൽ എന്താണ്? തവാഫ് ചെയ്തു, ചുറ്റിക്കറങ്ങിയതാണ്. ത്വായിഫ്, തവ്വാഫ്. തവാഫ് എന്ന് പറഞ്ഞാൽ എന്താ? അവർ ധാരാളമായി ചുറ്റി നടക്കുന്നവരാണ്. അലൈക്കും നിങ്ങളിൽ കൂടി വീടകത്ത് ചുറ്റിക്കറങ്ങുന്നവരല്ലേ ഈ അടിമകളും അതുപോലെ തന്നെ അവിടെയുള്ള മക്കളും ഒക്കെ. അവർക്ക് എപ്പോഴും ഇങ്ങനെ അനുവാദം ചോദിക്കുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. ബഅ്ലുക്കും അലാ ബഅ്ലിൻ, ബഅ്ലുക്കും അലാ ബഅ്ലിൻ, അതായത് നിങ്ങളിൽ ചിലരിൽ കൂടി എന്താണ്? തവാഫൂന അലൈക്കും ബഅ്ലുക്കും അലാ ബഅ്ലിൻ, നിങ്ങളിൽ ചിലരിൽ കൂടി ചുറ്റിപ്പറ്റി നടക്കുന്നവരാണല്ലോ. അതുകൊണ്ട് ഈ 3 അവസരമാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതായത് എപ്പോഴും അങ്ങനെ ഒരു നിയമം വെച്ചാൽ അത് പ്രായോഗികമാക്കാൻ കഴിയുകയില്ലല്ലോ. അത് സാധ്യതകളുള്ള നേരങ്ങളൊക്കെ ഓരോരുത്തർക്കും മനസ്സിലാകുകയും ചെയ്യും.
അത്തരം ഘട്ടങ്ങളിൽ അത് ശ്രദ്ധിക്കുകയും ചെയ്യുക. എന്നാൽ പ്രധാനമായി ഇവിടെ ഏറ്റവും സാധ്യതയുള്ള 3 നേരം എടുത്തു പറയുകയും ചെയ്തു. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണ്? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. കദാലിക പ്രകാരം യുബയ്യിനുല്ലാഹ് അള്ളാഹു വിവരിച്ചു തരുന്നു. ഇപ്രകാരം അള്ളാഹു വിവരിച്ചു തരികയാണ്. ലക്കും നിങ്ങൾക്ക് ആയാത്തി ലക്ഷ്യങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരികയാണ്. എന്തിന്? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത് വല്ലാഹു അലീമുൻ ഹകീം. അള്ളാഹു എല്ലാ കാര്യങ്ങളും വളരെ നന്നായി അറിയുന്നവനാണ്. എല്ലാത്തിനും വളരെ കൃത്യമായി ഓരോന്നിലും അടങ്ങിയിട്ടുള്ള അറിവിൻ്റെ ആഴത്തിലുള്ള അറിവ്, അതാണ് അഗാധമായ ജ്ഞാനമുള്ളവനുമാകുന്നു.